പുൽത്തകിടി നിർമ്മാണത്തിലെ ഡിബ്ലിംഗ് രീതിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനെ മലയാളത്തിൽ നുരിവയ്ക്കുക എന്നാണ് പറയുക. പുല്ലിന്റെ വേരോട് കൂടിയ 3-4 ചിനപ്പുകൾ തയ്യാറാക്കിയ നിലത്ത് 10 മുതൽ 15 സെന്റിമീറ്റർ അകലത്തിൽ നടുന്നതിനെയാണ് ഡിബ്ലിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിബ്ലിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഇങ്ങനെയാണ് നമുക്ക് നഴ്സറിയിൽ നിന്ന് പുല്ല് ലഭിക്കുന്നത്. ഇതിനെ വെള്ളത്തിൽ നന്നായി കഴുകി ചെറിയ ചിനപ്പുകളായി അടർത്തിയെടുക്കണം. ഇങ്ങനെ അടർത്തിയെടുത്ത ഒരു നുരി പുല്ലാണിത്. തയ്യാറാക്കിയ നിലത്ത് 10 സെന്റിമീറ്റർ അകലത്തിൽ വേരുപിടിപ്പിച്ച പുല്ല് നടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഡിബ്ലിംഗ് അഥവാ നുരിവയ്ക്കൽ രീതി. ഇതുപോലെ 10 സെന്റിമീറ്റർ അകലത്തിൽ വരികളിലായി നട്ട ചിനപ്പുകളാണ് ഇത്. വരികൾ തമ്മിൽ ത്രികോണാകൃതിയിൽ നട്ടാൽ എല്ലാ സ്ഥലത്തും പുൽ പെട്ടെന്ന് പടർന്നു കിട്ടും. ഇതിനുശേഷം മുകളിലായി മണൽ വിതറി കൊടുക്കേണ്ടതാണ്. ശേഷം ഒരു റോളർ ഉപയോഗിച്ച് നന്നായി അമർത്തി കൊടുക്കണം. ഇങ്ങനെ നട്ട പുൽനാമ്പുകൾക്ക് നന്നായി നനച്ചു കൊടുക്കേണ്ടതാണ്. കൃത്യമായി പരിചരണം ലഭിച്ചാൽ 3-4 മാസം കൊണ്ട് പുല്ല് നികന്ന് നല്ല ഒരു പുൽത്തകിടി തയ്യാറാകും. ഡിബ്ലിംഗ് രീതിയിൽ പുൽത്തകിടി നിർമ്മിക്കുന്നതിന് ചിലവ് വളരെ കുറവാണ്. ഡിബ്ലിംഗ് രീതിയിൽ ഇതുപോലെ മനോഹരമായ ഒരു പുൽത്തകിടി നമുക്ക് നിർമ്മിക്കാം. എല്ലാവർക്കും നമസ്കാരം. ലോണിനെ കുറിച്ച് പല കാര്യങ്ങളും നാം ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ലോൺ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള കാര്യം വളരെ പ്രാധാന്യം ഏറിയതാണ്. ഇതിന് നിരവധി മാർഗങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വേഗത്തിൽ എങ്ങനെ ഒരു സ്ഥലത്ത് ലോൺ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതിന് നാം അവലംബിക്കുന്നത് ടർഫിംഗ് എന്ന് പറയുന്ന ഒരു രീതിയാണ്. ടർഫിങ്ങിലൂടെ ഒരു സ്ഥലത്ത് എങ്ങനെ ലോൺ വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ് ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരു തെങ്ങും അതിനു ചുറ്റും ഒരു ഇഷ്ടിക കെട്ടും അതിനുള്ളിലായി കുറച്ച് പാഴ്ചെടികളും വളർന്നു നിൽക്കുന്ന ഒരു ഏരിയ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ടർഫിംഗ് മെത്തേഡ് വഴി ലോൺ വെച്ചു പിടിപ്പിക്കാനായി ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനുള്ളിലെ പാഴ്ചെടികളെ പൂർണ്ണമായും പറിച്ച് മാറ്റി വൃത്തിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഏറെക്കുറെ ഈ ഭാഗത്തെ പാഴ്ചെടികൾ നമ്മൾ പറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഏകദേശം 3/4 അടിയോളം ഉയരത്തിൽ കെട്ടിയിരിക്കുന്ന ആ ഇഷ്ടിക കെട്ടിനൊപ്പം മണ്ണ് നിറച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് സാധാരണ മണ്ണോ അല്ലെങ്കിൽ കൽപ്പൊടിയോ, അതും ലഭ്യമല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പാറപ്പൊടി പോലെയുള്ള മണ്ണുകളോ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ മണൽ ഇപ്പോൾ പ്രായോഗികമായി ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പാറപ്പൊടിയാണ്. പാറപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം നാം ഈ ഏരിയ മുഴുവനും ഫില്ല് ചെയ്യുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് ഈ പാറപ്പൊടി ഉപയോഗിക്കുന്നത്. നമ്മൾ ടർഫിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പുല്ല് വാങ്ങിച്ചെടുക്കുന്ന സമയത്ത് ആ പുല്ലിനോടൊപ്പം തന്നെ അല്പം മണ്ണും വേരുപടലത്തോടൊപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ പാറപ്പൊടി ഉപയോഗിച്ച് നിറയ്ക്കുന്ന മണ്ണിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നത്. മാത്രവുമല്ല,
പാറപ്പൊടി ഉപയോഗിക്കുമ്പോൾ പിന്നീട് ഉണ്ടാകാവുന്ന ചിതൽ ശല്യം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറെക്കുറെ ഒരു പരിഹാരവും ലഭിക്കുന്നതാണ്. ഇനി ഈ ഒരു ഭാഗം മണ്ണിട്ട് നിറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പടി. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഫ്ലാറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരല്പം ചെരിവ് എഡ്ജസിലേക്ക് വരുന്ന രീതിയിലും നമുക്ക് ചെയ്യാം. എഡ്ജസിലേക്ക് അല്പം ചെരിവിട്ട് ചെയ്യുന്നതാണ് അഭികാമ്യം. കാരണം മഴക്കാലങ്ങളിൽ വെള്ളം വാർന്നു പോകുന്നതിന് ഇത് സഹായിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് പാറപ്പൊടി നിറയ്ക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾക്ക് പാറപ്പൊടി നിറച്ച് ലെവല് ചെയ്തെടുത്ത ഒരു ഏരിയ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിന് മുകളിലായി ലഭ്യമാണെങ്കിൽ അല്പം ചുമന്ന മണ്ണ് വിതറി കൊടുക്കാവുന്നതാണ്. പക്ഷേ അത് ചെയ്തില്ലെങ്കിലും വിരോധമില്ല. കാരണം നമ്മൾ ടർഫ് ഷീറ്റുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ വേരുപടലത്തോടൊപ്പം അല്പം മണ്ണും കൂടിയാണ് ലഭ്യമാകുന്നത്. ആ മണ്ണ് തന്നെ പുല്ല് പിടിച്ചു വരുന്നതിന് ധാരാളമാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ ജൈവവളങ്ങൾ വിതറിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ജൈവവളങ്ങളായ കമ്പോസ്റ്റോ അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്കോ പോലെയുള്ള വളങ്ങൾ നന്നായി ഈ ഉപരിതലത്തിൽ അപ്ലൈ ചെയ്താൽ പുല്ലിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വളരെ വേഗത്തിൽ നടക്കുന്നതിന് അത് സഹായിക്കും. ഇനി ഈ ഭാഗത്തെ മണ്ണ് ഒരു പലക ഉപയോഗിച്ച് നന്നായി ലെവല് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോൺ ഗ്രാസിലെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് കൃത്യമായ ചെരിവും ലെവലിങ്ങും ചെയ്തു കൊടുക്കേണ്ടത്. കാരണം ഇറിഗേഷൻ നടത്തുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഉണ്ടാകുന്ന വെള്ളം യാതൊരു കാരണവശാലും ലോൺ ഗ്രാസിൽ കെട്ടി നിൽക്കുവാനായി പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ലോൺ ഗ്രാസ് വളരെ എളുപ്പത്തിൽ ചീഞ്ഞു പോകുന്നതിനും അല്ലെങ്കിൽ ചെതല് പോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, ഫംഗസ് പോലെയുള്ള ആക്രമണങ്ങളെല്ലാം ഉണ്ടാകുന്നതിനും അത് കാരണമാവും. ഇവിടെ ലെവല് ചെയ്തതിന് ശേഷമുള്ള ആ മണ്ണിൻ്റെ ഉപരിതലത്തിലേക്ക് അല്പം ചുവന്ന മണ്ണും ജൈവവളങ്ങളും മിക്സ് ചെയ്ത് വിതറി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ജൈവവളം അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്ക് കൂടുതലായി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം വേപ്പിൻ പിണ്ണാക്ക് അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് പുല്ലിൽ ഉണ്ടാകുന്ന ചിതൽ ശല്യത്തിനെ ഒരു പരിധിവരെ തടയുന്നതിന് വളരെയധികം സഹായിക്കും. ലോൺ തയ്യാറാക്കാനായി ഇത്തരത്തിൽ നിലമൊരുക്കുമ്പോൾ ചിതൽ പ്രശ്നം രൂക്ഷമായിട്ടുള്ള ഏരിയകളിൽ ഈ മണ്ണിനു മുകളിലേക്ക് ക്ലോർപൈറിഫോസ് പോലെയുള്ള കെമിക്കൽസ് അടങ്ങിയ കീടനാശിനികൾ ചെറിയ തോതിൽ അപ്ലൈ ചെയ്തു കൊടുക്കുന്നത് ചിതൽ ശല്യം തടഞ്ഞു നിർത്തുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ടാഗ് ബാൻ പോലെയുള്ള കെമിക്കൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഈ ലോൺ തയ്യാറാക്കുന്നതിന് ആവശ്യമായി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ചില മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചുമന്ന മണ്ണ് ഒരു ചട്ടിയിൽ എടുത്തു വച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. അത് ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ടർഫ് ഷീറ്റുകൾ. ഇത്തരത്തിൽ ഉള്ള ചെറിയ ഷീറ്റുകളായിട്ടാണ് നമുക്ക് ലോൺ ഗ്രാസസിൻ്റെ ടർഫുകൾ നഴ്സറികളിൽ നിന്നും വാങ്ങിക്കുവാനായിട്ട് കിട്ടുന്നത്. ഇത് പല വലിപ്പത്തിലും അവൈലബിൾ ആണ്. മിക്കവാറും 1 സ്ക്വയർ ഫീറ്റോ 2 സ്ക്വയർ ഫീറ്റോ നീളമുള്ള അല്ലെങ്കിൽ വിസ്തൃതിയുള്ള ഷീറ്റുകളായിട്ടാണ് നമുക്ക് ലോൺ ഗ്രാസസിൻ്റെ ടർഫുകൾ നഴ്സറികളിൽ നിന്ന് കിട്ടുക. ചില നഴ്സറികളിൽ പായ പോലെ വളരെ വലുപ്പത്തിലുള്ള ടർഫ് ഷീറ്റുകളും മുറിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ ഏരിയകളിലൊക്കെ വിരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള വലിയ ഷീറ്റുകളാണ് കുറച്ചുകൂടി കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പം. അടുത്ത പടി എന്ന് പറയുന്നത് തയ്യാറാക്കിയ സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള ടർഫ് ഷീറ്റുകളെ ചിത്രത്തിൽ കാണുന്നത് പോലെ നിരത്തി വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മൾ തയ്യാറാക്കിയ സ്ഥലത്ത് ടർഫ് ഷീറ്റുകൾ വരി വരിയായി അടുപ്പിച്ച് വിരിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ വിരിക്കുന്ന സമയത്ത് ഈ ഷീറ്റുകൾ നന്നായി
മുട്ടിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ വിരിച്ചു കൊടുക്കാൻ. മാത്രമല്ല, വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു റോളർ ഓടിച്ച് അതിനെ താഴ്ഭാഗത്തുള്ള മണ്ണുമായി നല്ല ബലത്തിൽ ഉറച്ചിരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും വേണം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റോളർ. പക്ഷേ ചെറിയ ഏരിയകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പലക ഉപയോഗിച്ച് പ്രസ് ചെയ്തും ഈ ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് നമ്മൾ ടർഫ് ഷീറ്റുകൾ ഉപയോഗിച്ച് വിരിച്ചു കഴിഞ്ഞു. പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വീടുകളിൽ ടൈൽസ് വിരിക്കുമ്പോൾ അതിൻ്റെ ഗ്യാപ്പ് സ്പേസുകൾ ഫില്ല് ചെയ്യുന്നത് പോലെ ഇവിടെയും അതിൻ്റെ ഗ്യാപ്പ് സ്പേസുകൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് എടുക്കണം. ഇങ്ങനെ ടർഫ് വിരിക്കുന്ന ഭാഗം ഏകദേശം 1 മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് നല്ല പച്ച കളറിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ ടർഫ് വിരിച്ച് തയ്യാറാക്കിയ ഭാഗം വളരെ മനോഹരമായ രീതിയിൽ പച്ചപ്പിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഒരു ഏരിയയിൽ ലോൺ വെച്ചുപിടിപ്പിക്കാൻ ടർഫിംഗ് നമ്മളെ സഹായിക്കും. ഇതുകൊണ്ടാണ് ടർഫിംഗ് എന്ന് പറയുന്ന മെത്തേഡിനെ ക്വിക്കസ്റ്റ് മെത്തേഡ് ഓഫ് ലോൺ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ടർഫിംഗ് വഴി ഒരു ഏരിയയിൽ എങ്ങനെ ലോൺ വെച്ച് പിടിപ്പിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം. നമ്മളൊരു പുൽത്തകിടി നിർമ്മിക്കുന്നതിന് ആവശ്യമായ പലതരത്തിലുള്ള പുല്ലിനങ്ങളെ പറ്റിയും അതുപോലെ അതിൻ്റെ പലതരത്തിലുള്ള നടീൽ മാർഗങ്ങളെ പറ്റിയും ഒക്കെയുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ആഫ്റ്റർ കെയർ, അതായത് ഇതിനെ എങ്ങനെ നമുക്ക് നന്നായിട്ട് പരിപാലിക്കാം എന്നാണ് നോക്കേണ്ടത്. കാരണം നമ്മളൊരു പുൽത്തകിടി വെച്ച് കഴിഞ്ഞാലും അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ഉദ്യാനത്തിൻ്റെ മൊത്തമായി ഉള്ള ഭംഗി നശിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാലന മാർഗങ്ങളെന്ന് നമുക്ക് നോക്കാം. വിവിധ തരത്തിലുള്ള പരിപാലന മുറകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് മൂവിങ്, റോളിംഗ്, വീഡിങ്, സ്ക്രേപ്പിംഗ് ആൻഡ് റേക്കിംഗ്, മാനുവറിംഗ്, ഇറിഗേഷൻ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്നിവയാണ്. പുൽത്തകിടിയുടെ പരിചരണ മുറകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂവിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പുൽത്തകിടിയെ ഒരു 5-6 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നമ്മൾ വെട്ടി ഭംഗിയായിട്ട് നിർത്തണം. ഇല്ലെങ്കിൽ നമുക്കിത് കാണാം, യഥാസമയത്ത് മൂവ് ചെയ്യാതെ വന്നതുകൊണ്ട് പുല്ലിൻ്റെ ബേസ് അഥവാ അടിഭാഗം ഒരു കറുത്ത കളറായി മാറുകയും അതിൻ്റെ കാരണം ഇതിലേക്ക് നമുക്ക് വേണ്ട രീതിയിൽ സൂര്യപ്രകാശം കിട്ടാത്ത കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് നമ്മുടെ പുൽത്തകിടിയുടെ ഭംഗി മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ യഥാസമയങ്ങളിൽ നല്ല ഭംഗിയായിട്ട് പുൽത്തകിടി വെട്ടി നിർത്തേണ്ട അത് വളരെ അത്യാവശ്യമാണ്. കൃത്യമായ ഇടവേളയിൽ കൃത്യമായ ഉയരത്തിൽ നമ്മൾ പുൽത്തകിടി വെട്ടി നിർത്തുന്നതിനെയാണ് മൂവിങ് എന്ന് പറയുന്നത്. അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഇപ്പോൾ കണ്ട വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് നമ്മൾ കൃത്യസമയത്ത് പുല്ല് വെട്ടി നിർത്തിയില്ലെങ്കിൽ അത് ഫ്ലവറിങ് സംഭവിക്കും. ലോൺ ഗ്രാസിന് ഫ്ലവറിങ് സംഭവിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുരടിക്കുന്നു. അതുപോലെ കൃത്യമായിട്ട് സൂര്യപ്രകാശം പുല്ലിൻ്റെ ചുവട്ടിലോട്ട് ചെല്ലാത്തത് കാരണം അത് ഒരു കറുത്ത കളറായി മാറുന്നു. അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ കണ്ടതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുല്ല് കൂടുതൽ താഴ്ത്തി നമ്മൾ വെട്ടരുത്. ഏകദേശം ഒരു 5 അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വേണം നമ്മൾ അത് കട്ട് ചെയ്ത് നിർത്താനായിട്ട്. അതുപോലെ പുല്ലിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നനഞ്ഞിരിക്കുന്ന സമയത്തോ റെയിനി സീസണിലോ ഒന്നും അത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. പിന്നെ ഇതിന് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്ന ഉപകരണങ്ങൾ, മോവർ എന്ന് പറയുന്ന ഒരു ഉപകരണം നമുക്കിതിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളുവെങ്കിൽ, ഇപ്പം നമ്മുടെ വീടൊക്കെ ഉള്ള പുൽത്തകിടിയൊക്കെ കുറച്ച് സ്ഥലത്തല്ലേ ഉള്ളൂ, അതൊക്കെ നമുക്ക് ഗ്രാസ് കട്ടിംഗ് ഷിയർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ ബ്രഷ് കട്ടർ നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പക്ഷെ അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആൾ വേണം അത് ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ ഉയരം കൃത്യമായിട്ട് നമ്മൾ നോക്കിയില്ലെങ്കിൽ പുല്ലിൻ്റെ ഹൈറ്റ് പുൽത്തകിടിയിൽ ഉടനീളം
വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് പിന്നീട് വളർച്ചയെ ബാധിക്കുന്നു. രണ്ടാമത് ചെയ്യുന്ന പരിപാലനം റോളിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അത് റോളർ എന്ന് പറയുന്ന ഒരു ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ പുൽത്തകിടിയും മണ്ണും തമ്മിലുള്ള നന്നായിട്ട് ഉറച്ച് ഇരിക്കുന്നതിനും അതുപോലെ ചിതലിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുന്നതിനും മണ്ണിരകൾ ഉണ്ടാക്കുന്ന എയർ പോക്കറ്റ്സിനെ ഇല്ലാതാക്കുന്നതിനുമൊക്കെ റോളിംഗ് നമ്മെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. അത് മാസത്തിൽ 2-3 പ്രാവശ്യം നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, റോളർ എന്ന ഉപകരണമാണ് അത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ റോളിങ് ചെയ്യാനായിട്ട്. നനഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യരുത്. പുൽത്തകിടി നിർമ്മാണത്തിനെ പറ്റി നമ്മൾ അതിൻ്റെ പരിപാലനത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരെണ്ണമാണ് കളകളുടെ നിയന്ത്രണം. ഇപ്പം നമുക്ക് ഈ ഒരു പുൽത്തകിടി നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കളകളൊന്നുമില്ലാതെ ഒരു പുൽത്തകിടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കളകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോണ് അഥവാ പുൽത്തകിടിയെ അത് വളരെയധികം പ്രശ്നമായിട്ട് ബാധിക്കുകയും അതിൻ്റെ നമ്മുടെ പുൽത്തകിടിയുടെ എന്താ പറയുന്ന ഒരു സൗന്ദര്യം മൊത്തമേ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ കളകളുടെ ഒരു ഏറ്റവും ദോഷകരമായ ഒരു പ്രശ്നം. ഇത് പൂവാങ്കുറുന്നൽ അഥവാ വെർണോണിയ എന്ന് പറയുന്ന ഒരു വീടാണ്. ഇത് പുൽത്തകിടിയിൽ വളരെയധികം പ്രശ്നപരമായിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ സൈപ്രസ് വിഭാഗത്തിൽപ്പെട്ട മുത്തങ്ങ പോലെയുള്ള വീടുകൾ സാധാരണയായിട്ട് നമ്മൾ പുൽത്തകിടിയിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് കളനിയന്ത്രണം അഥവാ വീഡിങ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഏറ്റവും നല്ല ഒരു പുൽത്തകിടിയാണെങ്കിലും അതിനകത്ത് കളകൾ കയറി വൃത്തികേടായി കഴിഞ്ഞാൽ ആകെ ആ ഉദ്യാനത്തിൻ്റെ ഭംഗിയും കൂടെ നശിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് തുടക്കം മുതലേ തന്നെ കളനിയന്ത്രണത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. ഈ കളകൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കളകൾ അത് എന്താ പറയുന്നത്, അത് സീഡ് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട കളകൾ ഒരു പുൽത്തകിടിയിൽ കാണുന്ന കളകളെന്ന് പറയുന്നത് ക്രാബ് ഗ്രാസ്, മുത്തങ്ങ വർഗത്തിൽപ്പെട്ട പുല്ല്, അതായത് സൈപ്രസ്, അതും പിന്നെ വെർണോണിയ അഥവാ പൂവാങ്കുറുന്നൽ, ഫിലാന്തസ് നെല്ലുരി അഥവാ കീഴാർ നെല്ലി തുടങ്ങിയവയാണ്. ഇനി മാനേജ്മെന്റ് ഓഫ് വീഡ്സ്, കള നിയന്ത്രണം നമുക്ക് എങ്ങനെ സാധ്യമാകുന്നു എന്ന് നോക്കാം. തുടക്കത്തിലാണെങ്കിൽ വളരെ കുറച്ച് പുല്ലുകളൊക്കെയാണ് കയറിയിട്ടുള്ളെങ്കിൽ നമുക്കത് കൈകൊണ്ട് തന്നെ പറിച്ച് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ. ഇനി കൂടുതൽ കളകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രാസകളനാശിനി, അത് സെലക്റ്റീവ് ആയിട്ടുള്ളതാണ്, ഒരു രാസകളനാശിനി, ഓൾമിക്സ് എന്നാണ് അതിൻ്റെ പേര്, അത് ഉപയോഗിക്കാം. അത് നമ്മുടെ മെക്സിക്കൻ ഗ്രാസ്, കൊറിയൻ ഗ്രാസ് അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബഫല്ലോ ഗ്രാസിന് ഉപയോഗിക്കാറില്ല. ഈ രാസകളനാശിനി നമുക്ക് ഉപയോഗിക്കാം. അത് നല്ല വെയിലുള്ളപ്പോൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഒരു പശയും കൂടെ ചേർത്ത് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് 1 വർഷത്തിൽ താഴെയുള്ള പുൽത്തകിടിയാണെങ്കിൽ 8 ഗ്രാം 50 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാം. 1 വർഷത്തിൽ കൂടുതലുള്ള പുൽത്തകിടിയാണെങ്കിൽ 8 ഗ്രാം 40 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാം. അതായത് ഒരു കളകളൊക്കെ ഒരു മഞ്ഞളിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് പെട്ടെന്ന് തന്നെ നമ്മൾ തൊടുമ്പോൾ തന്നെ നമുക്കതിങ്ങനെ പറിച്ചെടുത്ത് കളയാനും സാധിക്കും. എന്നിരുന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കളനാശിനി സ്പ്രേ ചെയ്യുന്നത് നമ്മുടെ ലോൺ ഗ്രാസിൻ്റെ വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് കഴിവതും പുൽത്തകിടിയിൽ കളകൾ കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു മാർഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുൽത്തകിടിയിൽ സാധാരണ കാണപ്പെടുന്ന ഒരു വീഡ്സാണ് ഈ കാണുന്ന വീഡ്സ്. ഇത് വളരെയധികം പ്രശ്നകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ കെമിക്കലായ ഓൾമിക്സ് എന്ന് പറയുന്ന സെലക്റ്റീവ് ഹെർബിസൈഡ് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. അത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ആ വീഡ്സിന് വരുന്ന മാറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് അത് സെലക്റ്റീവാണ്. അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ലോൺ ഗ്രാസിന് വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. എന്നാൽ ആ വീഡ്സിന്
വരുന്ന ഒരു മാറ്റമാണ് നമ്മൾ ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കുറച്ചും കൂടെ ദിവസങ്ങൾ കഴിയും തോറും അതിന് ഒരു മഞ്ഞളിപ്പ് പോലെ വന്നിട്ട് അതങ്ങോട്ട് നമുക്കതിനെ വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ എടുത്തങ്ങ് കളയാവുന്നതേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്കതിനെ അങ്ങ് മാറ്റി നമ്മുടെ പുൽത്തകിടീനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു സെലക്റ്റീവ് ഹെർബിസൈഡാണ് ഓൾ മിക്സ്. അടുത്ത പരിപാലന മുറയായ സ്ക്രേപ്പിംഗ് ആൻഡ് റേക്കിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പുൽത്തകിടി നിർമ്മാണത്തിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പുൽത്തകിടിയുടെ സർഫസ് ഹാർഡായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ച കിട്ടത്തില്ല. അപ്പം നമ്മൾ റേക്ക് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് നമ്മളത് സർഫസ് ഇടയ്ക്ക് റേക്ക് ചെയ്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അടുത്തതായി നമുക്ക് പുൽത്തകിടി പരിപാലനത്തിലെ ഒരു പ്രധാനപ്പെട്ട പരിപാലന മുറയായ മാനുവറിങ് അഥവാ വളപ്രയോഗം നോക്കാം. കമ്പോസ്റ്റ് വളരെ നല്ല ഒരു വളമാണ്. അത് 1 കിലോഗ്രാം 100 സ്ക്വയർ മീറ്റർ എന്ന രീതിയിൽ ടോപ്പ് ഡ്രസ്സിങ്ങിനായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ വളരെ നല്ല ഇതാണ് ബോൺ മീൽ അഥവാ എല്ലുപൊടി. അതും 1 കിലോഗ്രാം 10 സ്ക്വയർ മീറ്റർ എന്ന അളവിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ പച്ചിലവളമായിട്ടുള്ള സൺഹെമ്പ് വളരെ നല്ല ഒരു വളമാണ് പുൽത്തകിടിയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് അഥവാ നീം കേക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പുൽത്തകിടിയുടെ ഒരു പ്രധാന കീടമായ ടെർമൈറ്റ് അഥവാ ചിതലിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതും വളരെ നല്ല രീതിയിൽ നമുക്ക് വളപ്രയോഗമായിട്ട് കൊടുക്കാവുന്നതാണ്. പുൽത്തകിടി നന്നായിട്ട് വളരുന്നതിന് നമുക്ക് യൂറിയ 1 കിലോഗ്രാം 50 സ്ക്വയർ മീറ്റർ എന്ന അളവിൽ കൊടുക്കാവുന്നതാണ്. അത് ഫെബ്രുവരി, മാർച്ച്, ജൂൺ, ജൂലൈ, ഒക്ടോബർ, നവംബർ എന്നിങ്ങനെ 3 തവണകളായിട്ട് നമുക്ക് കൊടുക്കാം. നല്ല പച്ചപ്പ് കിട്ടാൻ അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരുന്നതിനും അമോണിയം സൾഫേറ്റ് 1 കിലോഗ്രാം 50 സ്ക്വയർ മീറ്റർ എന്ന തോതിൽ കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ജലസേചനവും ചെയ്യേണ്ടതാണ്. നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പുൽത്തകിടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ കൃത്യമായ ജലസേചനം വളരെ ആവശ്യമാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ വേനൽക്കാലങ്ങളിലൊക്കെ ജലസേചനം വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ജലസേചനം കുറഞ്ഞു പോയാൽ അതിൻ്റെ വേരുവളർച്ച കുറയുന്നു. അതുപോലെ കൂടുതൽ ജലസേചനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കുമിൾ രോഗങ്ങളൊക്കെ ഉണ്ടാകുകയും ലോണിനത് ബുദ്ധിമുട്ടായിട്ട് വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ തോതിൽ ജലസേചനം നടത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് ഏരിയയൊക്കെ ഉള്ളെങ്കിൽ ഹോസ് അതുപോലെ റോസ് ക്യാനൊക്കെ ഉപയോഗിച്ച് നമുക്ക് ജലസേചനം നടത്താം. കൂടുതൽ ഏരിയ ആണെങ്കിൽ നമ്മൾ സ്പ്രിംഗ്ലർ ഇറിഗേഷനൊക്കെ നടത്തുന്നതായിരിക്കും നല്ലത്. കീടങ്ങളും രോഗങ്ങളും ഒരു പുൽത്തകിടിയെ വളരെയധികം മോശമായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നമുക്ക് കീടങ്ങളെ പറ്റി ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ലീഫ് ഹോപ്പർ, അത് നീരുറ്റി കുടിക്കുന്ന ഒരു ചെറിയ പ്രാണിയാണ്. അതിൻ്റെ ആക്രമണം മൂലം പുൽത്തകിടിയുടെ ഇലകളിൽ വെളുത്ത നിറത്തിലുള്ള പാടുകൾ ഉണ്ടാവുകയും അത് പിന്നീട് മഞ്ഞളിച്ച് തവിട്ട് നിറമായി മാറുകയാണ് ചെയ്യുന്നത്. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡുകളായിട്ടുള്ള ഡൈമെത്തോയിറ്റ് അഥവാ റോഗർ, അതുപോലെ ക്ലോർപൈറിഫോസ് എന്നിവ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ പുഴുക്കൾ അഥവാ ഗ്രബുകൾ പുൽത്തകിടിയുടെ വേര് പടലങ്ങൾ തിന്നുന്നുണ്ട്. അങ്ങനെ അവ പുൽത്തകിടിയെ വളരെയധികം സാരമായിട്ട് ബാധിക്കുന്നു. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡെഡ് പാച്ചസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവയെ നമുക്ക് ക്ലോർപൈറിഫോസ് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. മറ്റൊരു പ്രധാന പെസ്റ്റാണ് കട്ടുവേം. അത് പുൽത്തകിടിയുടെ തണ്ടുകൾ തിന്ന് നശിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഡെഡ് പാച്ചസ് അല്ലെങ്കിൽ ഡെഡ് സ്പോട്ടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അവയെ നമുക്ക് ക്വിനാൽഫോസ് അഥവാ എക്കാലിക്സ് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് നശിപ്പിക്കാവുന്നതാണ്. ആർമി വേം അഥവാ പട്ടാള പുഴുക്കള് പുൽത്തകിടിയുടെ പ്രധാന കീടങ്ങളിലൊന്നാണ്. അത് പുൽത്തകിടിയുടെ പുല്ലിന്റെ ഇലകളും തണ്ടുകളും ഒക്കെ തിന്ന് നശിപ്പിക്കുന്നു. അങ്ങനെ വൻതോതിലൊരു നാശമാണ് നമുക്കുണ്ടാക്കുന്നത്. അവയെ നിയന്ത്രിക്കാൻ നമുക്ക് വേപ്പെണ്ണ ഉപയോഗിക്കാം. നമ്മൾ ലോണിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു കീടമാണ് ടെർമൈറ്റ് അഥവാ ചെതൽ. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നമുക്ക് ഈ ലോണിൻ്റെ ഇടയിൽ ഇങ്ങനെ മണ്ണ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചെതലിൻ്റെ ആക്രമണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ഈ മണ്ണ് വന്നിരിക്കുന്ന ഈ ഭാഗത്തെ ലോൺ ഗ്രാസ് നമ്മളിങ്ങനെ പൊക്കിയെടുക്കുകയാണെങ്കിൽ ഇത് കണ്ട് ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങോട്ട് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെതൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ചെതൽ തിന്ന് നശിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത് വളരെ ഇത് കണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കൈകൊണ്ട് പൊക്കി ഇങ്ങെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രശ്നകരമായ ഒരു കീടമാണ് ടെർമൈറ്റ് അഥവാ ചെതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിതൽ അഥവാ ടെർമൈറ്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് വേപ്പ് പിണ്ണാക്ക് വളരെ നല്ലതാണ്. ആ വേപ്പ് പിണ്ണാക്ക് നമുക്ക് ഫീൽഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിതലിനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും സാധിക്കും. അതുപോലെ പുൽത്തകടിയുടെ വളർച്ച കൂട്ടാനും സാധിക്കും. അതുപോലെ മറ്റൊരു കീടനാശിനിയാണ് ക്ലോർപൈറിഫോസ്. അത് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ടെർമെക്സ് എന്ന് പറയുന്ന ചിതൽ നാശിനിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് പരിപാലനം ചെയ്തിരിക്കുന്ന ഒരു പുൽത്തകിടിയിൽ രോഗങ്ങൾ വന്നാലോ, അതും ഫംഗസ് രോഗങ്ങൾ വന്നാലോ, അത് ഭയങ്കരമായ ഒരു മോശമായ ഒരു അവസ്ഥയിലേക്ക് മാറും. ആ പുൽത്തകിടിയുടെ ഭംഗിയെ നഷ്ടപ്പെട്ടു പോകും. ഫംഗസ് രോഗങ്ങൾക്ക് കാരണം ജലാംശം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗിൽ തന്നെ ജലസേചനം ചെയ്യണമെന്ന് പറയുന്നത്. വൈകുന്നേരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജലാംശം മൂലം പെട്ടെന്ന് തന്നെ കുമിൾ രോഗങ്ങൾ വന്നുപെടുന്നുണ്ട്. പ്രധാനപ്പെട്ട കുമിൾ രോഗങ്ങൾ ബ്രൗൺ പാച്ച്, ലീവ് സ്പോട്ട്, പൗഡറി മൈൽഡ്യൂ, ഫെയറി റിങ് മുതലായവയാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് അതിന് ചേരുന്ന കുമിൾനാശിനികളുണ്ട്. അത് കൃത്യമായ അളവിൽ നമ്മൾ സ്പ്രേ ചെയ്യുക. അതുപോലെ ജലാംശം വളരെയധികം നോക്കുക. ജലസേചനമൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പം നമുക്ക് കുമിൾ രോഗങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ബ്രൗൺ പാച്ചിന് പറ്റിയ ഫംഗിസൈഡ് എന്ന് പറയുന്നത് മാംഗോസബ് ആണ്. അതുപോലെ ഫെയറി റിങ് ബ്ലിറ്റോക്സ് ആണ് നല്ലത്. അതുപോലെ പൗഡറി മൈൽഡ്യൂവിന് ഏറ്റവും നല്ലത് സൾഫറാണ്. പിന്നെ ലീവ് സ്പോട്ടിന് നല്ലത് മെറ്റാസിസ്റ്റോക്സ് എന്ന് പറയുന്ന കുമിൾനാശിനിയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള പരിപാലന മുറകളെല്ലാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന പലതരത്തിലുള്ള പെസ്റ്റുകൾ, അതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ, അവയുടെ ഡാമേജ് കാണിക്കുന്ന ഫോട്ടോസ്, അതുപോലെ പെസ്റ്റുകളുടെ ഫോട്ടോസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല ആൽബം തയ്യാറാക്കി ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ. പുൽത്തകിടിയുടെ സംരക്ഷണത്തിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പുൽത്തകിടി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. പുൽത്തകിടി സംരക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് മൂവിങ്. മൂവിങ് എന്ന് പറഞ്ഞാൽ പുൽത്തകിടിയെ വൃത്തിയോടെയും ഭംഗിയോടെയും ഒരേ പൊക്കത്തിലും വിട്ടു നിർത്തുന്നതിനാണ് മൂവിങ് എന്ന് പറയുന്നത്. മൂവിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് മോവർ. വളരെ വലിയ ഏരിയയിലേക്കാണ് നമ്മൾ മോവർ ഉപയോഗിച്ച് വെട്ടി വൃത്തിയാക്കി നിർത്തുന്നത്. ചെറിയ ഏരിയകളാണെങ്കിൽ നമുക്ക് ഗാർഡൻ ഷിയർ പോലുള്ള ഉപകരണം ഉപയോഗിക്കും. ചെറിയ ഏരിയയെ വളരെ വൃത്തിയായും ഭംഗിയായും വെട്ടി നിർത്തുന്നതിന് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ഷിയർ. അതുപോലെ തന്നെ ചെറിയ ഏരിയയിൽ നിർമ്മിച്ചിട്ടുള്ള പുൽത്തകിടിയെ ഭംഗിയോടെയും വൃത്തിയോടെയും വെട്ടി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്രഷ് കട്ടർ. ഈ ബ്രഷ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് പുൽത്തകിടി സംരക്ഷണം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ബ്രഷ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് പുൽത്തകിടി നല്ല രീതിയിൽ വെട്ടി ഒതുക്കി നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പുല്ലുകളുടെ ഉയരത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവുകയും പിന്നീട് പുൽത്തകിടിയുടെ സംരക്ഷണം ബുദ്ധിമുട്ടുള്ളതായി തീരുകയും ചെയ്യും. പുൽത്തകിടി സംരക്ഷണത്തിലെ രണ്ടാമത്തെ മാർഗമാണ് കള നിയന്ത്രണം. കളകൾ അതത് സമയങ്ങളിൽ നശിപ്പിച്ചു കളയുന്നില്ലെങ്കിൽ പുല്ലിനെ ഞെരിച്ചുകൊണ്ട് കളകൾ വളർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് സമയാസമയങ്ങളിലുള്ള കള നശീകരണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഹാൻഡ് വീഡർ. ഈ ഹാൻഡ് വീഡർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ള കളകളെ വേരോടുകൂടി നമുക്ക് പിഴുതു മാറ്റാൻ സാധിക്കുന്നു. മുത്തങ്ങ പോലെയുള്ള കളകളുടെ കിഴങ്ങുകൾ മണ്ണിനടിയിലേക്ക് വളരുകയും പെട്ടെന്ന് തന്നെ അവ വംശവർദ്ധനവ് നടത്തി പുൽത്തകിടി ആകെ പടർന്നു പിടിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കളകളുടെ കിഴങ്ങുകളെ നമുക്ക് ഈ ഹാൻഡ് വീഡർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിൽ നിന്ന് കുത്തിയെടുത്ത് നശിപ്പിച്ചു കളയാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് കുർപ്പ. ഇതും ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ള കളകളുടെ കിഴങ്ങുകളെ കുത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കും.
ഇനി അടുത്ത സംരക്ഷണ മാർഗം ജലസേചനം. ജലസേചനം പുൽത്തകിടിയുടെ കാര്യത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ചെറിയ ഏരിയകളിൽ തയ്യാറാക്കിയിട്ടുള്ള പുൽത്തകിടിക്ക് ജലസേചനം നടത്തുന്നതിന് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതും അനുയോജ്യമായിട്ടുള്ളതുമാണ് റോസ്കി. സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്നിവയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് വലിയ ഏരിയയിലാണ് നമ്മൾ പുൽത്തകിടി നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ സ്പ്രിംഗ്ലർ ഇറിഗേഷനാണ് അതിന് ഏറ്റവും അനുയോജ്യം. ഇനി ജലദൗർലഭ്യം നേരിടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന ജലത്തെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താം. അടുത്തത് ഫെർട്ടിലൈസർ അപ്ലിക്കേഷനാണ്. സമയാസമയങ്ങളിൽ വളം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് യൂറിയയാണ്. നമുക്ക് ആവശ്യമുള്ള യൂറിയ നമ്മൾ എടുക്കുന്നു. ഈ ഹാൻഡ് സ്പ്രെയറിൽ ആവശ്യത്തിൽ വെള്ളവും ചേർത്ത് നമ്മൾ പുൽത്തകിടിയിൽ തളിച്ചു കൊടുക്കുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അടുത്ത മാർഗം എന്ന് പറയുന്നത് റേക്കിംഗ് ആണ്. സമയാസമയങ്ങളിൽ മൂവ് ചെയ്യണം, അതുപോലെ തന്നെ റോൾ ചെയ്യണം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. നിരന്തരമായിട്ടുള്ള മൂവിങ്ങും അതുപോലെ റോളിങ്ങും മൂലം പുൽത്തകിടിയുടെ തനിമ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെ വരുമ്പോൾ പുൽത്തകിടിയെ നമ്മൾ ഈ റേക്ക് ഉപയോഗിച്ച് വരണ്ടി മാറ്റുന്നു. ശേഷം പുൽത്തകിടി തയ്യാറാക്കിയിട്ടുള്ള ആ സ്ഥലത്ത് തന്നെ പുതിയ പുല്ല് വച്ചുപിടിപ്പിക്കുന്നു. ഇത്രയും ഉപകരണങ്ങളാണ് പുൽത്തകിടിയുടെ സംരക്ഷണത്തിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഉപകരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിപുലമായൊരു പുൽത്തകിടി നിർമ്മിക്കുമ്പോൾ അതിൽ ധാരാളം കളകളുണ്ടാവും. ആ കളകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഉപകരണങ്ങൾ കൊണ്ട് സാധ്യമല്ല. അതിന് പകരം ഒരു രാസകളനാശിനി ഉപയോഗിക്കാവുന്നതാണ്. ഈ രാസകളനാശിനി 8 ഗ്രാമുള്ള ഒരു പാക്കറ്റായിരുന്നു. ഇതിന്റെ പേര് ഓൾമിക്സ് എന്നാണ്. ഈ ഓൾമിക്സ് യൂസ് ചെയ്യുന്നത് 50 ലിറ്റർ വെള്ളത്തിൽ 8 ഗ്രാമിന്റെ ഈ പാക്കറ്റ് കലക്കി 1 വർഷത്തിൽ താഴെ പ്രായമുള്ള ചെടികൾ പുൽത്തകിടിയിൽ തളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് 40 ലിറ്റർ വെള്ളത്തിൽ 8 ഗ്രാം ഓൾമിക്സ് കലർത്തി 1 വർഷത്തിന് മുകളിലുള്ള പുൽത്തകിടിയിൽ തളിക്കാവുന്നതാണ്. ഇത് തളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്തുള്ള മറ്റ് ചെടികളിൽ വീഴാത്തവണ്ണം തളിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയങ്ങളിൽ വേണം ഇത് തളിച്ചു കൊടുക്കേണ്ടത്. 8 ഗ്രാം ഉള്ള ഈ ഓൾമിക്സ് 50 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തേണ്ടത് 0.16 ഗ്രാം ഓൾമിക്സ് എടുത്തിട്ടാണ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കേണ്ടത്. ആ തളിക്കേണ്ട സമയങ്ങളിൽ ഇതിന്റെ കൂടെ ഒരു പശയും ചേർത്താണ് നമ്മൾ വെള്ളത്തിൽ കലർത്തുന്നത്. ഇത് ഉപയോഗിക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. .16 ഗ്രാം ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു പശയും ചേർത്ത് വേണം ഇത് 1 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർക്കേണ്ടത്. ഇനി ഹാൻഡ് സ്പ്രെയർ നന്നായി അടച്ചതിന് ശേഷം എയർ പമ്പ് ചെയ്ത് ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്.